Hello my guys, welcome to my channel Zanin Vlogs and welcome to Goa Baga Beach. Guys, നമ്മള് ഈവനിങ് ആൻഡ് നൈറ്റ് ലൈഫിന് വേണ്ടി ബാഗ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ കാഴ്ചകൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ബാഗ ബീച്ച് എന്നുള്ളത് ഗോവയുടെ ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതാണ് മെയിൻ ഏരിയ, ബീച്ച് കാര്യങ്ങൾ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ്. എൻ്റെ കൂടെ പോകുന്നോളി. ഗൈസ്, ഇവിടെ KL65 ഉണ്ട്. ഇങ്ങോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് തീർത്ഥേയം ടു ഗോവ. എഴുതി വെച്ചിക്കണ്. അത് ഉഷാറായി മനസ്സിലാക്കാണ്. കുറച്ച് ടീം ആർമാദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആർമാദിക്കും. പോട്ടെ. നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ട് തുടങ്ങാന്ന് കരുതി. ഇതെന്തേന് ഇതൊരു സാധനം? ഫ്രൈഡ് റൈസ് സോറി, ഇത് സാധാ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഞാൻ ഒരു ദിവസം കഴിച്ചാണ് ഞാൻ പെട്ടതാടാ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാ ഞാൻ പറയാന്. അപ്പോൾ നമ്മൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിച്ചാ ചെമ്പട്ടുണ്ട്. ഉപ്പ് പുളിയൊന്നുമില്ലാതെ നമുക്ക് ഫർസേത്ത് കിട്ടും. ഗോവ बोलते टेबल में ना 2 लोग बैठेगा तो 1000 रुपया बिल, 4 लोग बैठेगा तो 2000 बिल बनाना पड़ेगा. ऐसा? हाँ, ऐसा क्या मिलेगा? सब मिलेगा ना, वेज नॉन वेज फूड सी फूड सब मिलेगा. कम से कम 1000 रुपया बिल बनाना पड़ेगा. सब मिलेगा. ഓനെന്താ പറഞ്ഞു വെച്ചാല്, ആ ടാബും ഇരുന്നപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം 1000 രൂപയ്ക്ക് ഓർഡർ ചെയ്യണം. ഓക്കെ, ഓർഡർ ചെയ്യാം, വിഷയമല്ല. പക്ഷേ അതിൻ്റെ കൂടെ നിർബന്ധമായും എന്തേലും മദ്യപിക്കണ, ബിയറോ വോഡ്ക അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്യണം പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞ് താല്പര്യമില്ല, അതല്ലാതെ വേറെ ഫുഡ് കിട്ടൂല. 1000 രൂപ കഴിക്കാം, പക്ഷെ പറ്റൂല. അപ്പം അതും ഓർഡർ ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോന്നു. അപ്പോൾ ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഊര്യങ്ങൾ ഒഴിവാക്കാം. ഫുഡ് കഴിക്കാമൊക്കെ പുറത്തുനിന്ന് കഴിക്കാം. മദ്യപാനം അതിൻ്റെ ലഹരികളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. ഗൈസ്, ദേ ഗോവ. ഇതാണ് നമ്മളെ പാക്കേജിലുള്ള ഫുഡ് കഴിക്കണ. രാവിലെയും ഉച്ചക്കും പോയത്. ഉച്ചക്കില്ല, രാവിലെയും രാത്രിയും ഉള്ളു. അതാ പിന്നെയും പിന്നെയും ഇവിടെ എത്തി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ? 2 ഓക്കെ, എന്നാ പിന്നെ കുഴപ്പമില്ല. നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ. അട്ടപ്പായിരാക്ക് കുറച്ച് പേര് അവിടെ ഇരുന്ന് നല്ല അടിയാണ്. അവിടെ കുറച്ച് പേർ ആർമാദിക്കുന്നു. ഗോവല്ലേ, അതാണ് നമ്മളെ റിസോർട്ടിൽ നിന്നുള്ള കാഴ്ചകൾ. അങ്ങനെ പോയാൽ ഇവിടെ കുറച്ച് ടീം പരിപാടി കഴിഞ്ഞ് പോയിട്ടുള്ളതാണ്.